ഹായ്, ഇറ്റ്സ് മീ ഷിഫ റോയൽ. ഞാൻ 2 വീഡിയോസാണ് ഒരു എറണാകുളം ബേസ്ഡ് സ്കൂളിൻ്റെ ഒരു സ്കാഫ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാനൊരാളെ വിമർശിക്കാൻ ചെയ്തതല്ല, കണ്ടൻറ്റ് റീച്ച് ആവാനും ചെയ്തതല്ല, ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ പബ്ലിക്കിലൊന്നും ഞാൻ ഇടപെടാറേ ഇല്ല, അതൊക്കെ വെറുതെയാണ്, ടൈം വേസ്റ്റാണ് ഇടപെടുന്നത്. ഞാൻ അതിലുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ പറഞ്ഞുതരാം. ഞാൻ ബഹ്റൈനിൽ പോയ സമയത്ത് ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസിനെ അല്ലെങ്കിൽ അങ്ങനെ അവരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യല്ല, ഞാൻ ഒരാളെയും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു സ്കൂൾ അതോറിറ്റിയിൽ നമ്മളൊരു കുട്ടീനെ ചേർത്തുന്ന സമയത്ത് എന്തായിരിക്കും അവരുടെ ഡ്രസ് കോഡ് എന്ന് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചേർത്തുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സജഷൻ വെക്കാം. അതൊരു പബ്ലിക്കിൽ വന്ന് പ്രശ്നമാക്കി അതൊരു ആകെ പ്രശ്നമാക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത്. എന്താണ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം എന്നുള്ള കാര്യം. അതല്ലാതെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തതല്ല കേട്ടോ. ഈവൻ ഞാനതൊരു പ്രശ്നമായി പറഞ്ഞതല്ല, അതൊരിക്കലും ഒരാളും അങ്ങനെ വിചാരിക്കരുത്. നെക്സ്റ്റ് ഞാൻ ബഹ്റൈനിൽ പോയ സമയത്ത് സ്കാർഫ് യൂസ് ചെയ്തിട്ടാണ് ക്ലിനിക്കിലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോഴാണ് ശരിക്കും എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. അത് വേറൊരു റീസണും കൂടിയുണ്ട്. അവിടുത്തെ ഓണറുടെ ഹസ്ബൻഡ് അറബായിരുന്നു, അപ്പോൾ അവർക്ക് ഒരു റെസ്പെക്റ്റായിരുന്നു സ്കാർഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് സ്കാർഫ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. വർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റാണ് തരുന്നത്, പെറ്റ്സിനൊന്നും തൊടരുത്. കാരണം ഇസ്ലാമിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഡോഗ്സിനൊന്നും തൊടാൻ പാടില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റായിരുന്നു. ഞാൻ പറയുന്നത് ഓരോ മതത്തിലെ ആളുകൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, പരസ്പരം മത സൗഹാർദ്ദത്തിലാണ് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഡോഗ്സ് പെറ്റ്സ് ഉണ്ടായതോ പൂച്ചകൾ പെറ്റ്സുള്ളതൊന്നും ഇവർക്ക് അറിയില്ല. പക്ഷേ അവിടെ കസ്റ്റമർ വരുമ്പോൾ ഞാൻ എല്ലാത്തിനും എടുത്ത് കൊടുക്കും. അപ്പോഴും അവർക്ക് ഡൗട്ടായിരുന്നു ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ച് ഭയങ്കര ഡിസ്കഷനായിരുന്നു അവിടെ അവർക്കൊരു അത്ഭുതമായിരുന്നു അത്. കാരണം ഞാനൊരു ഗൗണും ഒരു സ്കാർഫൊക്കെ ഇട്ട് ചെന്ന് മാഡത്തിൻ്റെ അടുത്ത് ഇരുന്നു സംസാരിച്ചു. അപ്പോൾ അവർക്ക് വിചാരിച്ചത് സ്കാർഫൊക്കെ യൂസ് ചെയ്യുന്ന അത്യാവശ്യം ഇതൊക്കെ പറയുന്നുണ്ട്, മെഡിസിൻസിനെ കുറിച്ചായാലും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് അവർ ആദ്യം ചോദിച്ചത്, ആർ യു ഫ്രം ഇന്ത്യ, അറബാണോ എന്ന് വിചാരിച്ചു. പിന്നെ കേരള എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ പെറ്റ്സിനൊക്കെ ഇങ്ങനെ കൂളായിട്ട് എടുക്കും. ഞാൻ അവരെ ഭംഗി കണ്ടെടുക്കുന്നതാണ്. ചെറിയ ഡോഗ്സ്, അതൊക്കെ ഞാൻ ഫിലിമിലേ കണ്ടിട്ടുള്ളൂ. അവരെ മടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ നടന്നിങ്ങനെ വരും അവരുടെ കൂടെ, ചെറിയ ചെറിയ കുഞ്ഞു ഡോഗ്സ്. അപ്പോൾ അവരൊക്കെ എടുത്ത് പൊക്കും ഞാൻ ഡോക്ടർമാർക്ക് അവർ ഇത് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് എൻ്റെ സംശയം വന്നത്. അപ്പോൾ ഞാൻ ഒരാളെയും ക്രിട്ടിസൈസ് ചെയ്യാണ് എന്ന് പറഞ്ഞതിൽ സ്കൂളുകൾക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് അത് മാറ്റാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനിൽ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഒരാളും ഒരു മതത്തിനെയോ ഇതിനെയോ വിമർശിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല. ഞാൻ ഏത് രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് സ്കാർഫ് യൂസ് ചെയ്യാനാണെങ്കിലും എനിക്ക് സ്കാർഫ് യൂസ് ചെയ്യാതെ ആങ്കറിങ് ചെയ്യാനാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല എൻ്റെ ലൈഫിൽ. ഞാൻ സ്കൂളുകളുമായി ബന്ധപ്പെട്ടതിൽ കുട്ടികളതിൽ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ആ ഒരു രീതിയിൽ എടുക്കണം കേട്ടോ, അത്രയും ഞാൻ പറഞ്ഞതുള്ളൂ. അതിന് വേണ്ടി ചെയ്തതാണ് ഈ വീഡിയോ.